ബേഴ്സക്ക് എന്ന മാങ്കയുടെ പാർട്ട് 5 ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഓൾറെഡി 4 പാർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാണ്ടാണ് ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ആദ്യം കാണുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. നമ്മൾ ഇന്ന് ഗോൾഡൻ ഏജ് ആർക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇതിലാണ് ഗഡ്സിന്റെ കുട്ടിക്കാലെല്ലാം കാണിക്കുന്നത്. സോ ഗഡ്സിന്റെ കുട്ടിക്കാലം തുടർന്നുള്ള കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ കീപ് വാച്ചിങ്. കഥയുടെ റിയാലിറ്റിയിൽ സ്റ്റാർട്ട് ആവുന്ന ഒരു മരം കാണിച്ചിട്ടാണ്. ആൻഡ് ആ മരത്തിൽ ഒരുപാട് പേര് തൂങ്ങി മരിച്ചിട്ടുണ്ടാവും. ആൻഡ് ആ തൂങ്ങി മരിച്ചതിൽ നിന്ന് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് ജനനം കൊണ്ട് താഴെ വീണിട്ടുണ്ടാവും. ആൻഡ് ആ കുഞ്ഞാണ് ഗഡ്സ്. ആൻഡ് ഇതുവഴി പോയിക്കൊണ്ടിരുന്ന ഒരു മേഴ്സണറി ഗ്രൂപ്പിൽ നിന്ന് ഒരു സ്ത്രീ ആ കുഞ്ഞിനെ എടുക്കും. ആൻഡ് ഇതിന്റെ ഇടയിലൂടെ അവിടെ ഉണ്ടായിരുന്ന പേഴ്സണേഴ്സ് എല്ലാവരും സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഈ സ്ത്രീ, അതായത് ഇതിലുണ്ടായിരുന്ന ഒരു സോൾജറിന്റെ ഭാര്യയാണ്. ആ സോൾജർ അവിടെ ഉണ്ട്. ആൻഡ് ഇവരിപ്പോ അടുത്താണ് ഇവരുടെ കുഞ്ഞിനെ അവർക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഇപ്പൊ മെന്റലി സ്റ്റേബിൾ അല്ല. ആൻഡ് ഇതിനുശേഷം ആ ലീഡർ, അതായത് ഇവരുടെ ഭർത്താവ് പറയും അതിനെ വിട്ടേക്ക്, അത് മരിച്ചിട്ടുണ്ട്, അതിനെ വിട്ടേക്കെന്ന് പറയും. ആൻഡ് ഇതും കേട്ട് താഴെ വെച്ചപ്പോ തന്നെ ആ കുഞ്ഞ് കരയാൻ തുടങ്ങും. ആ കരഞ്ഞത് കേട്ടപ്പോ എല്ലാവർക്കും മനസ്സിലാവും ഈ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. അതും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആ കുഞ്ഞ് ജീവനുണ്ട്. അതും അല്ലാണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരമ്മ അതിന്റെ ജീവൻ ഒടുക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നിർഭാഗ്യമാണ്. ആൻഡ് ആ പെണ്ണിനെ ഒരു ബാഡ് വുമൺ ആയിട്ട്, അതൊരു വേശ്യ പോലെയൊക്കെയാണ് കണക്കാക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം ആ സ്ത്രീ വീണ്ടും ഓടിപ്പോയിട്ട് ആ കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ആദ്യം എവിടെയാണോ അവര് സഞ്ചരിക്കുമ്പോൾ അവർ ഇരുന്നിരുന്ന അവിടെ തന്നെ പോയിരിക്കും. ആൻഡ് ഇത് കണ്ടിട്ട് ബാക്കിയുള്ള സോൾജേഴ്സ് പറയും ഇങ്ങനെ ഒരു അതായത് ഇങ്ങനെ ബാഡ് ലക്ക് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാക്കും എന്ന് പറയും. പക്ഷെ ഇത് കേട്ട് ഇവിടെ ഭർത്താവായിട്ടുള്ള ലീഡർ പറയും എന്ത് പറ്റി, നിനക്കെന്താ പേടിയാണോ എന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ട് പിന്നെ ആരൊന്നും ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് 3 വർഷം കഴിഞ്ഞിട്ടുള്ള സീനാണ്. ആൻഡ് ഇവിടെ എന്താ നടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗഡ്സിനെ എടുത്തുകൊണ്ട് പോയ ആ സ്ത്രീ ഇല്ലേ ഷിസോക്കോ, അവർക്ക് ഒരു തരത്തിലുള്ള പ്ലേഗ് വന്നിട്ട് അവർ മരിക്കാറായിണ്ടാവും. ആൻഡ് ഇതൊരു പകരുന്ന രോഗമായതുകൊണ്ട് ഗഡ്സിനെ അവിടുന്ന് മാറ്റി നിർത്താൻ നോക്കും. പക്ഷെ ഗഡ്സ് സമ്മതിക്കാതെ ആ സ്ത്രീയുടെ അടുത്ത് തന്നെ ഇരിക്കും. ആൻഡ് ഗഡ്സിന്റെ കയ്യിലായിരിക്കും ആ സ്ത്രീയുടെ മരണം. ആൻഡ് ഇഫ് യു വണ്ടർ, ആ പട്ടാളക്കാരൻ അവിടെ, അവളുടെ ഭർത്താവ് എവിടെയെന്ന് ആലോചിച്ചാൽ അവൻ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതും ഇങ്ങനെ ഒരു സമയത്ത്. ആൻഡ് ഇതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 3 വർഷത്തിന്റെ ഗ്യാപ്പാണ് കാണിക്കുന്നത്. 3 വർഷം മുന്നോട്ട് പോയിണ്ടാവും. ആൻഡ് ഇപ്പൊ ഗഡ്സിന് 6 വയസ്സായിണ്ടാവും. ആൻഡ് ഗസ് വാട്ട്, ഗഡ്സ് അവന്റെ സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ള ആളെ ബാറ്റിൽ ഫീൽഡിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇയാളുടെ പേരാണ് ഗംബീനോ. ആലോചിച്ച് നോക്കൂ, 6 വയസ്സുള്ളപ്പോ തന്നെ അവൻ ബാറ്റിൽ ഫീൽഡിലാണ്. അവന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ രക്തവും ശവങ്ങളും ഒരുപാട് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇവൻ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ഗംബീനോക്ക് ഇവനെ തീരെ ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷെ ഇയാൾക്കൊരു വ്യത്യാസമില്ല, ഗഡ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷെ ഗഡ്സിനെ ഇയാൾ നോക്കുന്നതുകൊണ്ട് തന്നെ ഗഡ്സ് ഇവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗംബീനോ ഗഡ്സിനെ ട്രെയിൻ ചെയ്യുന്നതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിൽ ഫീൽഡിൽ ഫൈറ്റ് ചെയ്തിട്ട് ഗംബീനോക്ക് പൈസ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ഗഡ്സിനെ ഇഷ്ടമല്ലെങ്കിലും ഗഡ്സ് എടുത്തുകൊണ്ട് വരുന്ന പൈസ ഒക്കെ ഇയാൾക്ക് ഭയങ്കര ആർത്തി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം മേഴ്സണറീസ് ആണെന്ന്. അതിന്റെ മേഴ്സണറീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിന് വേണ്ടിയിട്ട് ഏത് ടീമിലും പോയിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് വേല ചെയ്യുന്നവരാണ്. അതായത് കാശ് കൊടുത്താൽ എന്തും ചെയ്യും. ഇപ്പൊ ഏതെങ്കിലും ഒരു കിണ്ട പൈസ കൊടുത്തിട്ട് വരെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കിണ്ടത്തിന് പോയിട്ട് ഫൈറ്റ് ചെയ്യും. ഇനി വേറെ കിണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിയും. ശേഷം കാണിക്കുന്നത് ഗഡ്സ് ഒരു കുഞ്ഞാണെങ്കിൽ പോലും ട്രെയിനിങ്ങിന്റെ ഇടയിൽ ഗംഭീനൊക്കെ നന്നായിട്ട് പണി കൊടുക്കുന്നു. ആലോചിക്കണം, ഗംഭീനാണ് ആ ഗ്രൂപ്പിലെ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആള്. ഗഡ്സിന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടത് ഇവന്റെ ഈഗോക്ക് കൊള്ളും. അതുകൊണ്ട് തന്നെ ഗഡ്സിന്റെ മൂക്കിനിട്ട് വാള് വെച്ചിട്ട് അടിക്കും. ഇതിനുശേഷം ഗഡ്സ് അൺകോൺഷ്യസ് ആവും. അവന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവൻ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവൻ ബാക്കിയുള്ളവരിങ്ങനെ പറയുന്നത് കേൾക്കും ഇവൻ എന്തൊരു ബാഡ് ലക്ക് ആയിട്ടുള്ള ആളാണെന്ന്. ഇവൻ ജനിച്ചപ്പോൾ തന്നെ ഇവന്റെ അമ്മ മരിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അവൻ ആരാണോ എടുത്തു വളർത്തി അവരും മരിച്ചുപോയി. അതിന്റെ ഒരു 6 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ബാഡ് ലക്ക് ആണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ 6 വയസ്സുള്ള കുട്ടിക്ക് എന്തായിരിക്കും, ലിറ്ററലി അവനും പേടിച്ചുകൊണ്ട് പോകും. ഗഡ്സ് നന്നായിട്ട് പേടിക്കും. എന്റെ ഗഡ്സ് എപ്പോഴും ഒരു ഇൻട്രോവേർട്ടിനെ പോലെ എപ്പോഴും ഒറ്റക്കായിരിക്കും ജീവിക്കുക. അവൻ ആകെ അവന്റെ സോഡ് മാത്രമായിരിക്കും ഒരു കൂട്ടിനുണ്ടാവുക. ആ സോഡിനെ ഒരു കൂട്ടുകാരനെ പോലെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഗഡ്സ് ട്രെയിൻ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. അവിടെ ഗംഭീന വരും. ഗംഭീന വന്നിട്ട് അവന്റെ വൂൺസ് ഹീൽ ചെയ്യാനുള്ളൊരു മരുന്ന് അവന് കൊടുക്കും. ആൻഡ് ഇത് കൊടുത്തതിന് ശേഷം ആള് വീണ്ടും പോകും. ആൻഡ് ഇതിനുശേഷം നമുക്ക് വീണ്ടും കാണിക്കുന്നത് ഒരു 3 വർഷത്തെ സ്കിപ്പാണ്. ഇപ്പൊ ഗഡ്സിന് ഒരു 9-10 വയസ്സായിട്ടുണ്ടാവും. ആൻഡ് ഈ 3 വർഷം കൊണ്ട് തന്നെ ഗഡ്സിന് ബാറ്റിൽ ഫീൽഡ് ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. ഒരു 9 വയസ്സുള്ള പയ്യൻ ബാക്കി മെർസണറീസിനെ പോലെ ബാറ്റിൽ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് അവിടെയുള്ള ഓരോ സോൾജേഴ്സിനെയും 1-on-1 അടിച്ചിട്ട് തോൽപ്പിക്കുന്നു. പക്ഷെ അതിലുള്ള ആർമർ ഇട്ട് നിന്ന സോൾജേഴ്സ് ഗഡ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഗഡ്സ് അതിൽ ഒരുത്തനെ അടിച്ചിടും. പക്ഷെ പിന്നിൽ നിന്ന് വന്നിട്ട് ഒരുത്തനെ ഗഡ്സിനെ അടിക്കും. അങ്ങനെ ഗഡ്സിന്റെ ലൈഫ് ഒരു റിസ്കി പൊസിഷനിലോട്ട് കൊണ്ടുപോകും. പക്ഷെ അവിടെ ഗംഭീന വരും. ഗംഭീന വന്നിട്ട് ഗഡ്സിനെ രക്ഷിക്കും. ഗംഭീന അതിനുശേഷം ഇങ്ങനെ പറയും, ഇതൊരു ബാറ്റിൽ ഫീൽഡ് ആണ്, നിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് അല്ല. ഒരുത്തനെ തോൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ നോക്കിക്കൊണ്ടിരിക്കരുത്,
അടുത്ത ആളെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് പോകണം എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗഡ്സിന് കിട്ടുന്ന, അതായത് ഈ ബാറ്റിൽ ഫീൽഡിൽ ഗഡ്സിന് കിട്ടുന്ന കാശെല്ലാം ഗഡ്സ് ഗംഭീനോക്ക് പേ ചെയ്യുന്നതാണ്. ആൻഡ് ഗഡ്സിന്റെ ഒരു ചൈൽഡ്ഹുഡ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ചെറിയ ചില പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവന്റെ ലൈഫ് ഒരു നോർമൽ ലൈഫ് പോലെ മോൺ ആയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവന്റെ ജീവിതത്തിൽ ആദ്യത്തെ വലിയ ട്രോമ അവന് കിട്ടുന്നത്. അവരുടെ തന്നെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു സോൾജർ, ഒരു തടിയൻ ഗംഭീനോക്ക് പൈസ കൊടുത്തിട്ട് ഇവനെ റേപ്പ് ചെയ്യും. ഗഡ്സ് അവന്റെ ഏജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രോങ്ങർ ആണെങ്കിൽ പോലും ഇയാളായിട്ട് ഗഡ്സിന് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഗഡ്സ് അവിടെ റേപ്പ് ചെയ്യപ്പെടും. ആൻഡ് ഇതിനുശേഷം ഗഡ്സ് ലിറ്ററലി മെന്റലി ബ്രേക്ക് ഡൗൺ ആയി പോവും. കാരണം അവനൊരു ഫാദർ ഫിഗർ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആള് തന്നെ അവൻ എങ്ങനെ ചെയ്യാൻ വിട്ടുകൊടുത്തു. ആൻഡ് രാവിലെ ആയപ്പോൾ ഗഡ്സ് ഗംഭീനോട് ചോദിക്കാൻ പോകും. പക്ഷെ ഗംഭീന ഭയങ്കര നോർമൽ ആയിട്ടാവും ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീന അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, ആ തടിയെ നുണ പറഞ്ഞതാണെന്ന് ഗഡ്സ് വിചാരിക്കും. പക്ഷെ ഗഡ്സിന്റെ ദേഷ്യം അടങ്ങിയിട്ടുണ്ടാവില്ല. ഗഡ്സ് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലായിരിക്കും. ഇവര് വീണ്ടും ഒരു ബാറ്റിലിന് പോകും. ബാറ്റിലിന് പോകുമ്പോൾ ഇയാളും ഉണ്ടാവും, ഈ റേപ്പ് ചെയ്ത ആളുണ്ടാവും അവിടെ. ആൻഡ് ബാക്കിയുള്ള ഒപ്പോണന്റെ അടുത്തോട്ട് ഓടുകൊണ്ടതിന് പകരം ഗഡ്സ് ഇയാളുടെ പിന്നാലെ ഓടും. ഗഡ്സിന്റെ വാളും പോവാൻ്റെ ആരെയും വെച്ചിട്ട് ഇയാളെ ഗഡ്സ് കൊന്നുകളയും. ഇയാളെ കൊന്നതിന് ശേഷം ഗഡ്സ് വീണ്ടും ബാറ്റിൽ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഗംഭീന കാണുന്നുണ്ടാവില്ല. ഗംഭീന ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മരിക്കാറായി. അവന്റെ ഒരു കാലും പോയിട്ട് ബാറ്റിൽ ഫീൽഡിൽ കിടക്കുന്നതാണ് ഗഡ്സ് കാണുന്നത്. ഇങ്ങനെ ഒരു കാലും പോയതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് അയാൾക്ക് ബാറ്റിൽ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗഡ്സ് ആയിരുന്നു പിന്നെ അയാളെ മൊത്തം നോക്കിക്കൊണ്ടിരുന്നത്. ഇയാൾക്ക് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ടീമിന് ഒരു പുതിയ ലീഡറും വേണം. ഇതിനുശേഷം നമുക്ക് ഗംഭീനയുടെയും ഗഡ്സിന്റെ ഇടയിലുള്ള ഒരുപാട് മൊമെന്റ്സ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഗംഭീന ലിറ്ററലി ഗഡ്സിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, നീ ബാറ്റിൽ ഫീൽഡിലോട്ട് പോ, പക്ഷെ നീ മരിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് വീണ്ടും ബാറ്റിൽ ഫീൽഡ് ആണ് കാണിക്കുന്നത്. അവിടെ ഗഡ്സ് ഒരു ഫുൾ ഗ്രോൺ സോൾജറെ പോലെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്രാവശ്യം ഒരാളെ മാത്രമല്ല, ആരൊക്കെയാണോ അവന്റെ മുന്നിലോട്ട് വരുന്ന അവർക്കെല്ലാം വെട്ടി വീശിക്കൊണ്ട് ഗഡ്സ് ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്റെ നിങ്ങൾ ആലോചിക്കണം, ഇതെല്ലാം ഗഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ 9-10 വയസ്സിന്റെ ഉള്ളിലാണ്. എന്റെ പണ്ട് എങ്ങനെയാണോ ഗംഭീനോ ഗഡ്സിനെ നോക്കിക്കൊണ്ടിരുന്നത്, അതുപോലെ ഇപ്പോൾ ഗഡ്സ് ഗംഭീന പൈസ ഉണ്ടാക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനെ കാണിക്കും ഗംഭീന ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടാവും. പക്ഷെ ഗംഭീന ലിറ്ററലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. കാരണം അവന് ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ആ ഫ്രസ്ട്രേഷനിലായിരിക്കും ഗംഭീര ഉണ്ടായിരിക്കും. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വല്ലാണ്ട് ലോജിക്കൊന്നും ഉണ്ടാവത്തില്ല. അയാൾക്ക് ദേഷ്യത്തിൽ അയാൾ എന്ത് ചെയ്യും. ഇപ്പൊ ഗഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഗഡ്സ് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അവനെ നോക്കുന്നുണ്ട്, അവന് വേണമെന്നുണ്ടെങ്കിൽ കളി വരെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഗഡ്സിന്റെ കാര്യത്തിൽ അയാൾ ഹാപ്പി ആയിരുന്നില്ല. ആൻഡ് ഇയാൾ ഇങ്ങനെ ഗഡ്സിനോട് ബിഹേവ് ചെയ്യുമ്പോഴും ഗഡ്സ് അങ്ങോട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യാണ്ട് ഈ ദേഷ്യം മൊത്തം അവന്റെ ട്രെയിനിങ്ങിലും ബാറ്റിൽ ഫീൽഡിലും ഇറക്കിക്കൊണ്ടിരിക്കും. ആൻഡ് അവന്റെ മൈൻഡിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവൻ എന്താണ് തിരിച്ചു കിട്ടുന്നത്, ചീത്തയോ അടിയോ അല്ലാണ്ട്. ഇതിനുശേഷം ഗഡ്സിന്റെ ടെന്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവൻ എന്താണ് ഇപ്പൊ തെറ്റിയെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ ആലോചിച്ച് അവൻ ഉറങ്ങിപ്പോകുമ്പോൾ ആരോ അവന്റെ ടെന്റിൽ കയറും. ഗഡ്സ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ആള് വേറെ ആയിരിക്കും എത്തില്ല, ഗംഭീന ആയിരിക്കും. ഗംഭീന വാളും, അതായത് അവന്റെ വാളും എടുത്തിട്ട് ടെന്റിനുള്ളിൽ കയറിണ്ടായിരിക്കും. എന്റെ ഒരു മോൺസ്റ്റർ പോലെ നിൽക്കുന്ന ഗംഭീനോ ഗഡ്സിന്റെ മേളിൽ അറ്റാക്സ് ചെയ്യാൻ തുടങ്ങും. എന്റെ ഗംഭീന അറ്റാക്ക് ചെയ്യുമ്പോൾ പറയുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നീ മരിച്ചു പോകും ബാറ്റിൽ ഫീൽഡിലാണ്, പക്ഷെ നിന്നെ ജനം തന്ന നിന്റെ അമ്മയെ നീ കൊന്നു, നിന്നെ നോക്കിക്കൊണ്ടിരുന്ന എന്റെ കാല് പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി, ഇതുകൊണ്ട് തന്നെ നീ ഒരു ഈവിൾ ചൈൽഡാണ്. ഇതെല്ലാം ഗംഭീന ഇത്ര നാൾ ഉള്ളിൽ കൊണ്ടിട്ട് നടക്കായിരുന്നു. പക്ഷെ ഇന്ന് ഗംഭീന പൊട്ടിയിട്ട് എല്ലാം ഗഡ്സിന്റെ മുകളിൽ കാണിക്കും. ഇതിനുശേഷം ഗംഭീന നന്നായിട്ട് ട്രൈ ചെയ്യും എങ്ങനെയും ഗഡ്സിനെ ഒന്ന് ദേഷ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് എടുക്കാനായിട്ട്. ഫൈറ്റിൽ ആരെങ്കിലും ഒരാൾ മരിക്കല്ലോ, അതാണ് ഗംഭീനക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ ഗഡ്സ് ഗംഭീനയുടെ മുകളിൽ ഒരു തരി പോലും ദേഷ്യം കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതിന് ശേഷം ഗംഭീന ഒരു കാര്യം ചെയ്യും. ഗംഭീന ഒരു കാര്യം അങ്ങോട്ട് പറയും. ഇത് ഇവിടെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഗംഭീന ഗഡ്സിനോട് പറയും, ആ തടിയൻ ഉണ്ടായിരുന്നില്ലേ, ആ തടിയനെ ഞാൻ നിന്നെ 3 സിൽവർ കോയിന് വിറ്റതാണ്. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് ലിറ്ററലി ഷോക്കാവും. ആൻഡ് ഷോക്കായിട്ട് ചോദിക്കും, എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ ഗംഭീര പറയും, ബിക്കോസ് യു ആർ ഡിസ്കസ്റ്റിംഗ് എന്ന് പറയും. നിന്നെ എടുത്തു വളർത്തിയ എന്റെ ഭാര്യയെ തന്നെ നീ കാരണം മരണപ്പെട്ടതുകൊണ്ട് എനിക്ക് ഒരിക്കലും നീ ആയിട്ട് ലോയലായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ 3 സിൽവർ കോയിന് വിറ്റതാന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകും. ആൻഡ് ഇവിടെ ആയിരുന്നു ഗഡ്സ് ലൈഫിൽ ആദ്യമായിട്ട് കരഞ്ഞത്. ആൻഡ് ഇതിനുശേഷം ഗഡ്സിന്റെ വാളെടുത്തിട്ട് ഗംഭീരയുടെ തല അറുത്ത് അങ്ങോട്ട് കളയും. ആൻഡ് ഈ ഫൈറ്റിന്റെ ഇടയിൽ ആ ടെന്റിന് തീയും പെട്ടിട്ടുണ്ടാവും. ആ തീ കത്തുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് ബാക്കി സോൾജേഴ്സ് എല്ലാം വരും. എന്റെ സോൾജേഴ്സ് എല്ലാം കാണുന്നത് തല അറ്റ് കിടക്കുന്ന ഗംഭീരയാണ്. എന്റെ ഗഡ്സിനോട് ചോദിക്കും, നീ ഇവനെ കൊന്നു എന്ന് ചോദിക്കും. എന്റെ കാര്യമൊന്നും അറിയാണ്ട് ഇവര് ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. ഗഡ്സും തടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് തിരിച്ചു അറ്റാക്ക് ചെയ്യും. ആൻഡ് അവിടെ ഉണ്ടായിരുന്നവർക്ക് മുറിവ് ഏൽപ്പിച്ചിട്ട് ഗഡ്സ് അവിടുന്ന് ഒരു കുതിര എടുത്ത് തിരിച്ചു പോകും. ഓൾറെഡി ഗഡ്സിന് ഒരു ബാഡ് ഒമനായിട്ടാണ് കണ്ടുണ്ടാവുക. കാരണം അവൻ എടുത്തു വളർത്തിയ അമ്മ മരിച്ചുപോയി, ഇപ്പൊ അവനൊരു ഫാദർ ഫിഗർ ആയിട്ടുണ്ടായിരുന്ന ആളും മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവനൊരു ഈവിൾ ബാഡ്
ഒമനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവര്. എന്റെ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ മെർസണറി ഗ്രൂപ്പും അവനെ ഫോളോ ചെയ്യും. അവനെ ഫോളോ ചെയ്തിട്ട് ബോവൻ ആരോ വെച്ചിട്ട് അവനെ അറ്റാക്ക് ചെയ്യും. അതിന്റെ അറ്റാക്ക് ഒന്ന് അവന് കൊള്ളും ചെയ്യും. അത് കൊണ്ടതിന് ശേഷം ഗഡ്സ് ഒരു ക്ലിഫിൽ നിന്ന് നേരെ താഴോട്ട് വീഴും. ബട്ട് എഗെയിൻ സംഭവം ഗഡ്സ് മരിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ഭയങ്കരമായിട്ട് ഇഞ്ചോർഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ഗഡ്സ് മരിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെയൊക്കെയോ വീണ്ടും രണ്ട് കാലിൽ എണീറ്റ് നിന്നിട്ട് അവന്റെ വാളും എടുത്തിട്ട് അവൻ വീണ്ടും മുന്നോട്ട് നടക്കും. പക്ഷെ വീണ്ടും ബാഡ് ലക്ക് ആയിട്ട് അവിടെ ചെന്നായ്ക്കൾ വരും. ഇവിടെ ഗഡ്സ് ഒന്നും ചെയ്യാനില്ല. ഇതാണ് എന്റെ അവസാനം. അങ്ങനെ തോൽവി സമ്മതിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ചെന്നായ്ക്കൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുന്നിലോട്ട് വരും. അതിന്ന് ഒരു ചെന്നായ വന്നപ്പോ ഇവൻ അറിയാതെ തന്നെ ഇവന്റെ റിഫ്ലക്സ് പ്രവർത്തിച്ചിട്ട് ആ ചെന്നായ കൊന്നു കളയും വാളെടുത്തിട്ട്. ഇങ്ങനെ ഒന്നിനെ കൊന്നു കളഞ്ഞപ്പോ തന്നെ അവന് ഇച്ചിരി ധൈര്യം വീണ്ടും വരും. വരുന്ന ഓരോ ചെന്നായ്ക്കളെയും പിന്നെ അവൻ വന്ന് വെട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ചെന്നാക്കളെ കൊല്ലുന്ന കണ്ടപ്പോൾ അവിടെ ബാക്കിയുണ്ടായിരുന്ന ചെന്നാക്കളെല്ലാം പേടിച്ചുകൊണ്ട് ഓടിപ്പോവും. ഇതിനുശേഷം ഗഡ്സ് അവിടെ തന്നെ തളർന്നു വീഴും. തളർന്നു വീണതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരുപാട് ആളുകൾ വരും. ആ വരുന്ന ആളുകൾ അവനെ ഗഡ്സിനെ എടുത്തോണ്ട് പോകും. ഇതിനുശേഷം 4 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പൊ ഗഡ്സിന് വയസ്സ് 15 വയസ്സായിണ്ടാവും. ഇവിടെ നമുക്ക് കാണിക്കുന്നത് വീണ്ടും ഒരു ബാറ്റിൽ ഫീൽഡ് ആണ്. ആ ബാറ്റിൽ ഫീൽഡിൽ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള സോൾജേഴ്സ് ആയിട്ട് ഗഡ്സ് ഫൈറ്റ് എടുക്കുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന ഓപ്പണൻ സോൾജേഴ്സിനെ ഒന്ന് കൊല്ലാൻ പോയിട്ട് തൊടാൻ പോലും ആർക്കും പറ്റുന്നുണ്ടാവില്ല. അവിടെയാണ് 14-15 വയസ്സുള്ള ഗഡ്സ് എൻ്റർ ചെയ്യുന്നത്. ഗഡ്സ് എൻ്റർ ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ കാണിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു റീക്യാപ്പ് പോലെ ഗഡ്സിന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം അങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. ജനിച്ച് ആദ്യ ശ്വാസം എടുക്കുന്ന തന്നെ അവന്റെ തൂങ്ങി മരിച്ച അമ്മയുടെ താഴെ കിടന്നാണ്. 3-ാമത്തെ വയസ്സിൽ തന്നെ അവൻ എടുത്തു വളർത്തിയ അമ്മയെ നഷ്ടപ്പെടുന്നത്. 6-ാമത്തെ വയസ്സിൽ തന്നെ ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങുന്നത്. 9-ാമത്തെ വയസ്സിൽ അവനെ റേപ്പ് ചെയ്യപ്പെടുന്നത്. 12-ാമത്തെ വയസ്സിൽ വളർത്തച്ഛനെ കൊല്ലേണ്ടി വരുന്നത്. ഇത്രയും ട്രാജഡിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറി വേറെ ആർക്കും ഉണ്ടാവില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നരുട്ടോക്ക് ആയിരുന്നെന്നാണ്. പക്ഷെ ഇത് വായിച്ചതിനു ശേഷമാണ് എനിക്ക് ഇത്രയും ട്രാജഡിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് വേറെ ആർക്കും ഉണ്ടാവത്തില്ല. 12-ാമത്തെ വയസ്സിൽ അച്ഛനെയും കൊന്നതിന് ശേഷം അവനിപ്പോ ഒരു 3 വർഷത്തിന് ശേഷം ഒരു 15-16 വയസ്സായിട്ടുണ്ടാവും. ഈ 16-ാമത്തെ വയസ്സിലാണ് അവനൊരു ഫുൾ ഗ്രോൺ ആയിട്ടുള്ള ഒരു ബാറ്റിൽ ഇറങ്ങുന്നത്. ആ ബാറ്റിലാണെന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾജേഴ്സ് ആയിരിക്കും അവന്റെ ഒപ്പോണന്റ് ആയിട്ടുണ്ടാവുന്നത്. ഗഡ്സ് ആ പവർഫുൾ ആയിട്ടുള്ള സോൾജറെ എതിർക്കാൻ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഗഡ്സ് ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് ആദ്യം ബെറ്റ് ചെയ്യും. അതായത് എനിക്ക് ഇത്ര പൈസ വേണം ഇവനെ കൊന്നു കഴിഞ്ഞാന്ന് പറയും. പൈസ കൺഫേം ആയ അപ്പൊ തന്നെ ഗഡ്സ് പവർഫുൾ ആയിട്ടുള്ള സോൾജറെ അറ്റാക്ക് ചെയ്യും. ആ സോൾജർക്ക് ഇപ്പൊ മനസ്സിലാവും ഗഡ്സിനെ ഇപ്പൊ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ മരിച്ചു വീഴുന്ന ആ സോൾജർക്ക് മനസ്സിലാവും. ഇവിടെ ഗഡ്സ് നിൽക്കുന്നുണ്ടാവില്ല. ഗഡ്സ് 10 അടി അടിക്കുമ്പോൾ അവൻ ആകെ 1 അടി അടിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഈ പവർഫുൾ ആയിട്ടുള്ള സോൾജർ അവന്റെ വെപ്പൺ എടുത്തിട്ട് ഗഡ്സിനെ തടുക്കാൻ നോക്കുമ്പോൾ ഗഡ്സിന്റെ സ്വാഡ് വെച്ചിട്ട് ആ വെപ്പണ് തന്നെ 2ആയിട്ട് മുറിക്കും. ഇതിനുശേഷം അവനൊരു ചാൻസ് കൊടുക്കാണ്ട് ഗഡ്സ് വാളെടുത്തിട്ട് നേരെ അവന്റെ വയറിലോട്ട് വെട്ടും. ഇത്ര ഹെവി ആയിട്ടുള്ള ആർമർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ഗഡ്സിന്റെ ആ വെട്ട് അവന് ഭയങ്കര ഡാമേജ് കൊടുക്കും. ലിറ്ററലി ആ സോൾജറിന്റെ വയറിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. ഇതുകൊണ്ട് ബാക്കിയുള്ള സോൾജേഴ്സും ആ സോൾജറും ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കും. ടു ബി ഓണസ്റ്റ് ഇത് ആദ്യമായിട്ട് വായിക്കുമ്പോൾ ഞാനും ഭയങ്കരമായിട്ട് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഗഡ്സ് ഇത്രയും ഈസി ആയിട്ട് ഇവനെ തോൽപ്പിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനുശേഷം ഗഡ്സ് ഒരു ഫൈനൽ ബ്ലോ അങ്ങോട്ട് കൊടുക്കും. തല 2ആയിട്ട് വെട്ടി അങ്ങോട്ട് കളയും. ഇതുകൊണ്ട് തന്നെ ഗഡ്സ് ആ ബാറ്റിൽ ഫീൽഡ് ഉണ്ടായിരുന്ന ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള സോൾജറിനെ ഭയങ്കര ഈസി ആയിട്ട് തോൽപ്പിച്ചു കളയും. ഇതിനുശേഷം 2 കാര്യങ്ങൾ സംഭവിക്കും. ഗഡ്സ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ആ സോൾജേഴ്സിന്റെ ജനറൽ വന്നിട്ട് പറയും, നീ എന്റെ ടീം എന്താ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാത്തെന്ന് ചോദിക്കും. പക്ഷെ ഗഡ്സ് അവിടെ പറയും, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഞാൻ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരൊറ്റ ബാറ്റിൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് ബാറ്റിൽ പങ്കെടുക്കണം എന്ന് പറയും. ഇപ്പൊ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ നാഷന് വേണ്ടിയിട്ടല്ലേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട. എനിക്ക് എല്ലാ നാഷനിലും എല്ലാ ബാറ്റിൽ ഫീൽഡിലും പങ്കെടുക്കണം എന്ന് പറയും. അങ്ങനെ ഒരു മെന്റാലിറ്റിയിലായിരിക്കും ഗഡ്സ് ഉണ്ടാവും. ഇനി 2ാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡ്സ് ഈ പറയുന്നതും ഗഡ്സിന്റെ ഈ ഫൈറ്റും വേറൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇയാളാണ് ഗഡ്സിന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റോള് പ്ലേ ചെയ്യുന്നതും ഇവൻ ബേഴ്സക്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നതും. അയാളാണ് ഈ ചെറുക്കൻ. ഇതിനുശേഷം വീണ്ടും നമുക്ക് സീൻ മാറുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ആളുടെ ടീമിനെയാണ്. അയാൾ ഗഡ്സിനെ പറ്റിയിട്ട് അവരൊക്കെ ഗഡ്സിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോ തമാശ പറഞ്ഞിരിക്കുകയായിരിക്കും. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗഡ്സ് ഉണ്ടാക്കിയ പൈസ ഇല്ലേ, അതെങ്ങനെ തട്ടിയെടുക്കാന്നുള്ള കാര്യമാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് തീരുമാനം എടുത്തിട്ട് ഇവരെല്ലാം ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടി പോകുമ്പോൾ ആസ് യു ക്യാൻ പ്രെഡിക്റ്റ് ഗഡ്സ് ഓരോരുത്തരെയായിട്ട് കൊന്നുകൊണ്ടിരിക്കും ആ ഗ്രൂപ്പിലെ. ഇപ്പൊ അവർക്ക് മനസ്സിലാവും ഒരു വലിയ തെറ്റാണ് ചെയ്തത് ഗഡ്സ് ആയിട്ട് ഒരു ചലഞ്ച് വെച്ചിട്ട്. ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞില്ലേ, അയാളുടെ പേരാണ് ഗ്രിഫിത്ത്.
ഇയാളുടെ സോൾജർ ആയിട്ടുള്ള കാസ്കയോട് പറയും ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് കാസ്കയും ഗഡ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാൻ പറ്റും. ആൻഡ് ഗഡ്സ് ആയിട്ട് മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കാസ്കയെ കുറച്ചു നേരത്തിന് ശേഷം തന്നെ ഗഡ്സ് ഓവർ പവർ ചെയ്ത് കളയും. ആൻഡ് കൊല്ലാൻ വരെ പോകും. ആൻഡ് ആ കറക്റ്റ് സമയത്തായിരിക്കും അവിടെ ഗഡ്സിനെ നിർത്താൻ വേണ്ടിയിട്ട് ഗ്രിഫിത്ത് വരിക. ആൻഡ് ഗ്രിഫിത്ത് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിന്റെയും ഗഡ്സിന്റെ ഇടയിലുള്ള ഒരു ചെറിയ ഫൈറ്റ് നമുക്ക് കാണിക്കും. ആൻഡ് ആസ് യൂഷ്വൽ ഗഡ്സ് അവന്റെ ഓർഡർ എടുത്തിട്ട് സ്വിങ് ചെയ്തിട്ട് ഗ്രിഫിത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. ബട്ട് ഗ്രിഫിത്ത് ആ സ്വിങ്ങിന്റെ ഡയറക്ഷൻ ചെയ്തിട്ട് ഈസി ആയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ആൻഡ് ഇതിന്റെ കൗണ്ടർ ആയിട്ട് ഗ്രിഫിത്ത് ഗഡ്സിന്റെ മുകളിൽ ഒരു അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്ക് ഗഡ്സിന് നന്നായിട്ട് മുറിവേൽപ്പിക്കും. ഗഡ്സിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഒരു സോഡ് സ്പ്രേ അവന് ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്ര ചെറുപ്പം തൊട്ട് തന്നെ ബാറ്റിൽ ഫീൽഡ് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന അവന് ഇങ്ങനെ ഒരു സ്പ്രേ അവൻ ഇതുവരെ കണ്ടിരുന്നില്ല. ഇങ്ങനെ സീരിയസ്ലി ഇഞ്ചേർഡ് ആണെങ്കിൽ പോലും ഗഡ്സ് എണീറ്റ് നിന്നിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കും. പക്ഷെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് ഫസ്റ്റ് ടൈം ഗഡ്സ് നമ്മള് തോൽക്കുന്നത് കാണുന്ന ഈ മൊത്തം മാങ്കയില്. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗഡ്സിന്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ട്രോമകളെല്ലാം സ്വപ്നമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അത് തന്നെ ആ റേപ്പ് ചെയ്യുന്നതും അതും ഒക്കെ അവനിങ്ങനെ സ്വപ്നമായിട്ട് വരുന്നത് അവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതിനുശേഷം നമുക്ക് നഗ്നനായിട്ട് കിടക്കുന്ന ഗഡ്സിനെയാണ് കാണിക്കുന്നത്. അവന്റെ കൂടെ തന്നെ കാസ്ക ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ഹീറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അത് തന്നെ കാർഡ്സൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും കാസ്ക എന്തിനാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും ചെറുക്കനെ ഒന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിഫിത്ത് ഈ ഗ്രൂപ്പിന്റെ ലീഡറുമാണ്. കാസ്ക ഗ്രിഫിത്ത് എന്ത് പറഞ്ഞാലും ചെയ്യും. അതുകൊണ്ട് തന്നെ താല്പര്യം ഇല്ലെങ്കിൽ പോലും കാസ്ക ഗഡ്സിന് വേണ്ടി കിടന്നു കൊടുക്കും. ആൻഡ് ഇതിനുശേഷം ഗ്രിഫിത്ത് അങ്ങോട്ട് വരും. ഗ്രിഫിത്ത് വന്നിട്ട് ഗഡ്സിനെ ഒരുപാട് പ്രൈസ് ചെയ്യും. അതായത് കാര്യങ്ങൾ നീ ചെയ്യുന്നൊക്കെ നല്ലതാണെന്ന് പറയും. നീ ഭയങ്കര അമേസിംഗ് ആണെന്ന് പറയും. അമേസിംഗ് സ്വാഡ് ആണെന്ന് പറയും. ആൻഡ് ഇവിടെ ഗ്രിഫിത്തും ഗഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇതിനുശേഷം ഗ്രിഫിത്ത് ഗഡ്സിനോട് പറയും ഈ ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്, ആ ഗ്രൂപ്പിന്റെ പേരാണ് ബാൻഡ് ഓഫ് ഹോക്സ് എന്ന്. ആൻഡ് ഈ പേര് കേട്ടിട്ട് ഗഡ്സ് ഷോക്കായിട്ട് നിന്നു. കാരണം ഈ പേര് അവൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അത്രയും പോപ്പുലറും ആയിരിക്കും. എന്ത് ടാസ്ക് ഈ ഗ്രൂപ്പിന് കൊടുത്താലും ആ ഗ്രൂപ്പ് സാധിക്കും. ആൻഡ് അത്രയും കിടിലനായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്നെല്ലാം ഗഡ്സിന് ഓൾറെഡി ഇതിന്റെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഏത് ആർമിയാണോ ഈ ഗ്രൂപ്പിന് എതിരാളിയായിട്ട് നിൽക്കുന്നത് ആ ഗ്രൂപ്പ് തന്നെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു തരത്തിലുള്ള ഗ്രൂപ്പാണിത്. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗ്രിഫിത്ത് ഇങ്ങനെ നോർമലായിട്ട് ഗഡ്സ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി സോൾജേഴ്സിന് മനസ്സിലാവുന്നുണ്ടാവില്ല എന്താ അവിടെ നടക്കുന്നത്. കാരണം ഗ്രിഫിത്ത് ഇതിന് എത്ര സ്നേഹത്തോടെ അവനടുത്ത് സംസാരിക്കുന്നത് ബാക്കി സോൾജേഴ്സിന് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താ ഗ്രിഫിത്തിന് ഇവനെ ബാൻഡ് ഓഫ് ഹോക്സിൽ എടുക്കണമെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഗഡ്സ് ഗ്രിഫിത്തിനോട് ചോദിക്കും നീ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് എന്തായാലും എന്നെ കൊല്ലായിരുന്നു, നീ എന്താ അങ്ങനെ ചെയ്യാണ്ട് വിട്ടതെന്ന് ചോദിക്കും. ആൻഡ് ഈ ചോദ്യം കേട്ട് ഗ്രിഫിത്ത് ഒന്ന് ചിരിക്കും. ഗ്രിഫിത്ത് ഒന്ന് ചിരിച്ചതിന് ശേഷം ഗ്രിഫിത്ത് പറയും ഐ വാണ്ട് യു, അതായത് ഗ്രിഫിത്തിന് ഗഡ്സിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് ചോദിക്കും നീ എന്താ ഹോമോസെക്ഷൽ ആണെന്ന് ചോദിക്കും. പക്ഷെ ഗ്രിഫിത്ത് പറയും ഞാൻ നീ ആ പവർഫുൾ ആയിട്ടുള്ള സോൾജർ ആയിട്ടുള്ള ഫൈറ്റ് കണ്ടായിരുന്നു. ആൻഡ് നിന്റെ ഫൈറ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആണെന്ന് പറയും ഗ്രിഫിത്ത്. ദാറ്റ്സ് വൈ ഗ്രിഫിത്തിന് ഗഡ്സിനെ ആ ബാൻഡ് ഓഫ് ഹോക്സിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. പക്ഷെ ഗഡ്സ് ഇത് മുളയിലെന്നുള്ളൂ. ഗഡ്സ് പറയും നടക്കത്തില്ല എന്ന് പറയും. കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ നീ എന്നെ വാളെടുത്ത് കുത്തി. ആൻഡ് രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിന്റെ കൂട്ടത്തിലുള്ള പവർഫുൾ ഒരുത്തനായ തന്നെ ഞാൻ കൊന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ഗ്രൂപ്പിൽ ഞാൻ ചേരുന്നത് നല്ലതായിരിക്കത്തില്ല എന്ന് പറയും. ആൻഡ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറെ സംസാരിച്ചതിന് ശേഷം അവസാനം ഒരു തീരുമാനത്തിൽ വരും. ഇവർ രണ്ടുപേരും ഫൈറ്റ് എടുക്കാൻ തീരുമാനിക്കും. ഫൈറ്റിൽ ആരാണോ തോൽക്കുന്നത് ജയിക്കുന്ന ആളുടെ വാക്ക് കേൾക്കേണ്ടി വരും എന്ന് പറയും. ആൻഡ് ഇതിൽ ഗ്രിഫിത്തും ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് തന്നെ സമ്മതം മൂളും. ആൻഡ് സമ്മതം മൂളിയതിനു ശേഷം ഇവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവിടെ ഗ്രിഫിത്തിന്റെ വാള് യൂസ് ചെയ്യുന്ന സ്റ്റൈല് കൊണ്ട് തന്നെ ഗ്രിഫിത്ത് ഗഡ്സിനെ നന്നായിട്ട് പണിയുന്നു. ലിറ്ററൽ ലൈക്ക് സുക്കൂന ഗോജ പണിഞ്ഞതുപോലെ തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഗ്രിഫിത്തിന് ഒന്നും അതായത് അധികമായിട്ട് സ്ട്രെങ്ത് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടാകത്തില്ല. ഈസി ആയിട്ട് തന്നെ ഗഡ്സിനെ ഗ്രിഫിത്ത് വീഴ്ത്തും. ആൻഡ് ഇഞ്ചേർഡ് ആയിട്ടുള്ള ഗഡ്സ് വീണ്ടും എഴുന്നേറ്റിട്ട് ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുത്തിട്ട് നിൽക്കും. ആൻഡ് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ ഒരു അറ്റാക്ക് പോലും ഗഡ്സ് ഗ്രിഫിത്തിന്റെ മുകളിൽ ഏൽപ്പിക്കുന്നുണ്ടാവില്ല. ആൻഡ് നന്നായിട്ട് തിരിച്ച് വാങ്ങിക്കൊണ്ടിരിക്കും. ആൻഡ് നമുക്ക് തോന്നും ഈ ഫൈറ്റ് ഓൾറെഡി അവസാനിച്ചു, ഗ്രിഫിത്ത് ജയിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ ഗ്രിഫിത്ത് ഗഡ്സിന്റെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ആൻഡ് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഗഡ്സിന്റെ വായ വെച്ചിട്ട് ഗ്രിഫിത്തിന്റെ വാള് കടിച്ചു പിടിക്കും. അത്രയും പവർഫുള്ള് കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഗ്രിഫിത്തിന് അനക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. ഗഡ്സിന് ചാൻസ് കിട്ടും. ഗഡ്സ് നേരെ തന്നെ ഗ്രിഫിത്തിന്റെ മുകളിലോട്ട് ചാടിയിട്ട് അടിക്കാൻ നോക്കും. പക്ഷെ ഗഡ്സ് ഒരടി അടിക്കും ഗ്രിഫിത്തിന്റെ വായന്ന് ചോരയും വരും. പക്ഷെ ഗ്രിഫിത്ത് വെറും വാളില് അതായത് സ്വാഡ്സിൽ മാത്രം ആയിരിക്കത്തില്ല പുലി, ഗ്രിഫിത്ത് ലിറ്ററലി മാർഷൽ ആർട്സും അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്ത് ഗഡ്സിനെ എടുത്ത് പൊളയ്ക്കും. അവന്റെ കൈ ലോക്ക് ചെയ്തിട്ട് വെക്കും. പക്ഷെ ഗഡ്സ് അതായത് അലറിങ്ങോണ്ടിരിക്കും.
അപ്പോൾ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഗ്രിഫിത്ത് ഗഡ്സിന്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കളയും. And ഇതോടെ ഗഡ്സ് തോക്കും. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്ത് അനൗൺസ് ചെയ്യും യു ബിലോങ് ടു മീ എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ റൊമാൻറ്റിക് പോലെ തോന്നും. ഇതിനുശേഷം ഗഡ്സിന്റെ ചിന്തകളെയാണ് കാണിക്കുന്നത്. ഗഡ്സ് സമ്മതിച്ചിട്ടുണ്ടാവും, അതെ ഗ്രിഫിത്ത് എന്നെക്കാളും പവർഫുൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ തോറ്റത്, അതുകൊണ്ട് തന്നെ ഗ്രിഫിത്ത് എന്നെക്കാളും എപ്പോഴും പവർഫുൾ ആണെന്നുള്ള കാര്യം ഗഡ്സ് സമ്മതിച്ചിട്ടുണ്ടാവും. ആൻഡ് അങ്ങനെ ഗഡ്സ് ഗ്രിഫിത്തിന്റെ ആർമിയിലും ജോയിൻ ചെയ്യും. ആൻഡ് അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റിൽ അറിയിക്കുക. അടുത്ത ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇങ്ങനെ 20 മിനിറ്റ് വീഡിയോ ചെയ്യാനൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വീക്ക് ടൈം എടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള വീഡിയോസും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മതി. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഹാവ് ഫൺ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.